നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് ഒരു ചെറിയ കർഷകൻ്റെ കഥയാണ് പറയുന്നത്. ഒരു സാധാരണ കർഷകൻ എന്ന് പറയാം. അദ്ദേഹത്തിന് വലിയ ആഗ്രഹങ്ങളോ ഒന്നുമില്ല, വലിയ അധികം സ്ഥലമോ ഒന്നുമില്ല. കുറച്ച് സ്ഥലമുണ്ട്, അവിടെ കൃഷി ചെയ്യുന്നു, സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കുന്നു. കാരണം ഭാര്യ, ഒരു കുഞ്ഞ്. ഇതാണ് ചെറിയ സന്തുഷ്ടമായ കുടുംബം തന്നെ. എല്ലാ വിധത്തിലും സന്തുഷ്ടമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അവരുടേത്. ഇത് വിളവൊക്കെ എടുത്തു കഴിയുമ്പോൾ എന്തെങ്കിലും കുറച്ച് ലാഭമൊക്കെ, ഒരിക്കലും അദ്ദേഹത്തിന് നഷ്ടം അങ്ങനെ വരാറില്ല. നല്ല അധ്വാനിയുമാണ്. അപ്പോൾ ഈ കുറച്ച് ഇത് കിട്ടിക്കഴിയുമ്പോഴുള്ള ലാഭം കിട്ടിയാൽ അതിൻ്റെ ഒരു വിഹിതം സാധാരണ പാവങ്ങൾക്കൊക്കെ എന്തെങ്കിലും ആവശ്യമുള്ളവർക്കൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെ വളരെ നല്ലൊരു ജീവിത രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതുപോലെ തന്നെ അടുത്തൊരു ക്ഷേത്രമുണ്ട്. ദിവസവും രാവിലെ ക്ഷേത്രത്തിൽ പോയി കുളിയും കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പോയി എല്ലാം പ്രാർത്ഥിക്കും. അങ്ങനെ ജീവിച്ച ഒരാൾ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ, ആ നാട്ടിലൊരു മഹാമാരി വന്നു. നമ്മുടെ കൊറോണ പോലെ വലിയൊരു രോഗം വന്നു. അതിനുള്ള ചികിത്സ അവിടെയില്ല. ഇതൊരു ഗ്രാമപ്രദേശമാണ്, അവിടെ ചികിത്സയില്ല. അടുത്തുള്ള പട്ടണത്തിൽ പോകണം ചികിത്സിക്കാൻ. എന്തായാലും അവിടെ ചെന്ന് ഒരു നല്ല ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടപ്പോഴാണ് പറയുന്ന ഒരു 10,000 രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ വേണം ഈ കുട്ടിക്ക്. ഇദ്ദേഹം ആ പടെ തകർന്നു പോയി. കാരണം എണ്ണി പെറുക്കി എടുത്താൽ ഒരു 2,000 രൂപ ഇദ്ദേഹത്തിൻ്റെ എടുക്കാൻ കയ്യിലുള്ളൂ. പിന്നെ ബാക്കി കാശ് ആരോട് ചോദിക്കും? ഒന്നാമത് തന്നെ നാട്ടിൽ മുഴുവനും ഇങ്ങനത്തെ ദുരിതമാണ് ഇപ്പോഴും. അത് തന്നെയല്ല, ഇപ്പം ഒരു 8,000 രൂപ ചോദിച്ചാൽ ആരാ ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ളത്? അദ്ദേഹം ആ മകൻ കിടക്കുന്ന ആ റൂമിൻ്റെ പുറത്ത് നിന്ന് വാവിട്ട് കരഞ്ഞുപോയി. ഇത് കണ്ടു, ആൾക്കാരൊക്കെ കണ്ടു. ചിലരൊക്കെ ചെറിയ സഹായമൊക്കെ ചെയ്തു. പക്ഷേ അതുകൊണ്ടൊന്നും ആവില്ലല്ലോ. 10,000 രൂപ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത്, വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയല്ലേ. ഇപ്പം വലിയൊരു തുകയല്ലേ, എങ്ങനെ ഉണ്ടാക്കും? ഒരു നിവൃത്തിയില്ല. ഇദ്ദേഹം അങ്ങനെ ഇരുന്ന് കരയാൻ തുടങ്ങി. ഇങ്ങനെ കരയുക, ഏത് സമയം ഇരുന്ന് കരയാണ്. അങ്ങനെയായി. അപ്പം ഈ ആശുപത്രിക്കാരൊക്കെ മരുന്നുകളൊക്കെ, അത്യാവശ്യം മരുന്നുകളൊക്കെ കൊടുക്കുന്നുണ്ട്. എങ്കിലും ഈ 10,000 രൂപ കിട്ടി ഇഞ്ചക്ഷൻ എടുത്താലേ കാര്യം ശരിയാവുള്ളൂ. ഇങ്ങനെ വിഷമിച്ചിരുന്നു. അപ്പം അതിന് ഈ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ കുട്ടിയെ അഡ്മിറ്റ് ചെയ്ത് അന്ന് മുതൽ തന്നെ അവിടെ പോയി ഭഗവാനോട് പ്രാർത്ഥിക്കും. ഇദ്ദേഹത്തിനാണെങ്കിൽ ഭഗവാനോട് ഭയങ്കര ദേഷ്യമായി. കാരണം ഞാൻ അങ്ങേ എപ്പോഴും വന്ന് കണ്ടു, ഈ നമ്മളൊക്കെ പരാതി പറയുന്ന പോലെ തന്നെ എപ്പോഴും വഴിപാടൊക്കെ കഴിച്ചു. അത് തന്നെയല്ല, അങ്ങയുടെ അങ്ങ് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് എന്ന് വെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കണമെന്ന ചെറിയ സഹായമൊക്കെ എനിക്ക് പറ്റുന്ന എല്ലാം ചെയ്തു. പക്ഷേ എന്നെ സഹായിക്കാൻ ആരുമില്ല. അങ്ങേക്ക് ഒരു കാരുണ്യം എന്നോടില്ല. അതുകൊണ്ട് ഞാൻ എന്തിനാ ഇനി പ്രാർത്ഥിക്കണം? എനിക്കൊരു പ്രാർത്ഥനയും വേണ്ട, ഒരു ദൈവവും വേണ്ട. ഈ ഒരവസ്ഥയിലായി അദ്ദേഹം. അങ്ങനെ ആദ്യത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു, മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേക്കും ഇനി എത്ര ദിവസം ഈ കുട്ടി ഉണ്ടാവുമെന്ന് പോലും ഇവർക്കറിയില്ലല്ലോ. അങ്ങനെ ഇദ്ദേഹം അങ്ങ് വലിയവായിൽ ഇങ്ങനെ വിഷമിച്ച് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക. എങ്ങനെ പുറത്തല്ല, അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ സ്ത്രീയെ, ഈ കുട്ടിയുടെ അമ്മ, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അമ്പലത്തിൽ പോയി. ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ്, ഇവരെ ഇങ്ങോട്ട് തൊഴുതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയപ്പം ഉടനെ എന്നെ പുറകിൽ നിന്ന് ഒരു വിളി കേട്ടു. ഒന്ന് നിൽക്കണേന്ന് പറഞ്ഞു. വേഗം ഇവർ തിരിഞ്ഞു. അപ്പോൾ ഒരു സേട്ടുവാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അന്വേഷിച്ചിരിക്കുകയായിരുന്നു. നിങ്ങളുടെ അവസ്ഥയൊക്കെ എനിക്കറിയാം. ആദ്യത്തെ ദിവസം നിങ്ങളുടെ കുഞ്ഞിനെ അവിടെ അഡ്മിറ്റ് ചെയ്തതെന്ന് ഞാനും എൻ്റെ ഭാര്യയുടെ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് നിങ്ങളെ ഒരു വിധത്തിലും സഹായിക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ 10,000 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കൊണ്ടുപോയി ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്ത് ആ കുഞ്ഞിനെ ഇഞ്ചക്ഷൻ എടുക്കട്ടെ, അങ്ങനെ രക്ഷിക്കാം. പിന്നെ നിങ്ങൾക്കിനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അഡ്രസ്സ് തരാം, ഈ അഡ്രസ്സിൽ എന്നെ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഇവർ വലിയ കരഞ്ഞുകൊണ്ട് തൊഴുതുകൊണ്ട് പറഞ്ഞു, ഇനി അഡ്രസ്സൊന്നും എനിക്ക് വേണ്ട. കാരണം തരുന്ന ഈ 10,000 രൂപ തന്നെ അങ്ങയുടെ കാരുണ്യമാണ്. അത് തന്നെയല്ല, അത് മതി എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ
പിന്നെ ഇനി അങ്ങേ വേറൊരു വിധത്തിലും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. എൻ്റെ കുഞ്ഞ് ശരിയായി ഭേദമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ പോയി പണ്ടത്തെ പോലെ വേലയെടുത്തൊക്കെ ജീവിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ വേഗം അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന്, ബാക്കി നമുക്കറിയാമല്ലോ, ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കുട്ടി സുഖപ്പെട്ടു. പക്ഷേ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് പോലെ അല്ലേ, ഭഗവാൻ ഏത് വിധത്തിലെങ്കിലും, അത് ഏത് വിധത്തിലാണെന്ന് അറിയാൻ പാടില്ല, നമ്മളാരും പ്രതീക്ഷിക്കേണ്ട ഭഗവാൻ ശംഖചക്ര ഗദ ഒക്കെ ധരിച്ചു വന്ന് നമ്മളെ രക്ഷിക്കുമെന്ന്. ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹം നമ്മളെ രക്ഷിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ തിരിച്ചടി ഉണ്ടാകുമ്പോഴത്തേക്കും ഭഗവാനിലുള്ള വിശ്വാസമൊന്നും ഒരിക്കലും നഷ്ടപ്പെടരുത്. കാരണം ഏതെങ്കിലും ഒരു വിധത്തിൽ നമുക്ക് ആ കാരുണ്യം അനുഭവിക്കാൻ സാധിക്കും. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.